ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിട്ട് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് എൻ്റെ വാലന്റൈൻസ് ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്സിന്റെ ഒക്കെ ഒരു അൺബോക്സിംഗ് ആണ്. ഇന്നലെയാണ് ഫെബ്രുവരി 14th. ഇന്നലെ വരെ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും ഞാൻ ഇതുവരെയും ഓപ്പൺ ചെയ്തിട്ടില്ല. സ്റ്റിൽ ഞാനത് എങ്ങനെ കിട്ടിയോ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ ഇയേഴ്സിലും കുറച്ച് വൈകിട്ടൊക്കെ തന്നെ ആയിരിക്കും ഞാൻ എടുക്കുന്നുണ്ടാവുക. ബട്ട് ഈ ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. കഴിഞ്ഞ വ്ലോഗുകളിലൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ആ സംഭവം ഇതിലോട്ട് കൊണ്ടുവരണ്ട. ഇത് ഈ വ്ലോഗ് ഫുൾ ഓഫ് ഹാപ്പിനെസ് ആയിരിക്കണം. ഞാനും ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പിനെസ്സിലും ആണ് ഉള്ളത്. ബിക്കോസ് ഞാൻ ഓരോ തവണ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുമ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഇതുപോലെ ആരെങ്കിലും തരണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 1 year ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ, എന്റെ ബർത്ത്ഡേക്ക് ആയിരുന്നാലും എന്റെ വാലന്റൈൻസ് ഡേക്ക് ആയിരുന്നാലും എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ തരാറുണ്ടെന്നുള്ളത്. അങ്ങനെ കുറച്ച് ഗിഫ്റ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ പുറമെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാലന്റൈൻസ് ഡേയുടെ ഗിവ് അവേയും ജോർദാനിൽ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റിന്റെയും വിന്നറിനെ നമ്മൾ ഈ ഒരു വ്ലോഗിലൂടെ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ചിലപ്പോൾ ഇടയ്ക്കായിരിക്കും, ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഫുള്ള് വാച്ച് ചെയ്യാൻ നോക്കാം. അപ്പൊ ഏതെന്ന് തുടങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റിൽ തന്നെ തുടങ്ങാം അല്ലേ. ഈ ഒരു സാധനമാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള. ഇതിനകത്ത് ഒത്തിരി ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൽ ആദ്യം ഈ ഒരു ഫ്ലേവർ ആണ് എനിക്ക് കിട്ടിയത്. പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കും. ഇതേപോലെ ഞാൻ താഴെ വെക്കാം, അങ്ങനെ എനിക്ക് കാണുന്നില്ല. ഇത് എന്റെ ഒരു ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്, ഗൊഡീവ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റിന് അത്രയധികം ടേസ്റ്റ് ആണ്. എപ്പോഴും ഞാൻ നാട്ടിൽ വരുമ്പോൾ ഒരു ഗിവ് അവേയില് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്താട്ടോ. ഇത് ലിൻറ്റിന്റെ ഒരു ചോക്ലേറ്റ് ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. ഇതിനകത്ത് ഓരോ കുട്ടി കുട്ടി ടെഡിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ടെഡി ബിയർ ആണ്, ടെഡി ബിയർ. ലിൻറ്റും അത്യാവശ്യം ഞാൻ കഴിക്കുന്ന ഒരു ചോക്ലേറ്റ് ആണ്. അഗെയിൻ ലിൻറ്റിന്റെ ഫഡ്ജ് ആണെന്ന് തോന്നുന്നു, മിൽക്ക് ചോക്ലേറ്റ് ഹേസൽനട്ട്. ഒന്നും കിട്ടിയിട്ടൊരു 10 ദിവസം ആയിട്ടുണ്ടാവും, തുറന്നിട്ടില്ല. പിന്നെ ഇതിന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിപ്പോ ഞാൻ കഴിക്കാറൊന്നുമില്ല. ലോക്കർ ഞാൻ യു എയിൽ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം കഴിക്കില്ല. എഗെയിൻ ലിൻഡിന്റെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആണ് വിത്ത് പിസ്താഷ്യോ. നോട്ട്സ് ഇട്ട് കാണിക്കാം. പിന്നെ ഇത് ഡേറ്റ്സിന്റെ ഒരു ചോക്ലേറ്റ് കോട്ടഡ് ആൽമണ്ട് ഒക്കെ വരുന്ന ഒരു ചോക്ലേറ്റ് തന്നെയാണ്. ഫെറേറോ റോഷർ. അതാണ്. ഇതൊന്നും ഞാൻ ഇപ്പൊ കഴിക്കാറ് പോലും ഇല്ല. കാര്യങ്ങൾക്ക് പിന്നെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ചെറിയൊരു പില്ലോ പോലത്തെ ഒരു കീച്ചെയിൻ. സോ ഇത്ര എനിക്ക് ഒരാൾ തന്നെയാണ് സ്റ്റാർട്ടിങ്ങില്. നെക്സ്റ്റ് കിട്ടിയത് കുറച്ച് വലിയൊരു ബാഗാണ്. ഇതാണ് എനിക്ക് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്. ഈ ചോക്കോലാല എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ബ്രാൻഡാണ്. അത് അധികം ഒന്നും നമുക്ക് എപ്പോഴും കിട്ടത്തൊന്നുമില്ല. ഒരു 3 കൊല്ലം മുന്നേ നാട്ടിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചോക്ലേറ്റ് കഴിക്കുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ട്. അതിനുശേഷം എവിടെ ഒരു ഇനാഗ്രേഷൻ പോയപ്പോഴത്തേക്ക് ഒരു പീസ് ഓഫ് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. ഇത് തന്ന ആള് ടെഡിയുടെ അന്നാണ് തന്നത്. വലിയൊരു ടെഡിയൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റ് സോഫ്റ്റ് ടെഡിയാണ്. ഇക്കൊല്ലം എനിക്ക് ഈ ഒരു ടെഡിയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചോക്ലേറ്റ് കാണിച്ചു തരാം. തറ വെക്കാനേ തോന്നില്ല, ഭയങ്കര വേസ്റ്റ് ആണ്. ഇത്രയും ചോക്ലേറ്റ് ഞാൻ എങ്ങനെ തിന്നീർക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കഴിഞ്ഞ തവണ കിട്ടിയപ്പോൾ ഉള്ളതൊക്കെ ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഇടക്കാലത്തൊന്നും നാട്ടിൽ എന്തായാലും പോകുന്നില്ല. ലാഹമല്ല, ഈ നോമ്പാണ് വരുന്നത്, കഴിക്കുമെന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇത് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഷക്കീർ എനിക്ക് തന്നതാണ്. ഇതിനകത്ത് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്, റോസ് ഒക്കെ ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. അത് അടിയിൽ പോയി ഇങ്ങനെ പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതൊക്കെ ചോക്ലേറ്റ് ആണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ എടുത്തിട്ട് പറിച്ചെടുത്ത്, എനിക്ക് ഒന്നാമത്തെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ സെറ്റപ്പിൽ തന്നു കഴിഞ്ഞാൽ എടുക്കാൻ തന്നെ ഭയങ്കര മടിയാ. പിന്നെ ഒരു ടെഡി ഒക്കെ ഉണ്ട്. ഈ ഫ്ലവറൊക്കെ കരിഞ്ഞു പോകുന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഭയങ്കര വേണം, എപ്പോഴും വേണം ഉണ്ട് കേട്ടോ. 2 ദിവസമായി തന്നിട്ട്. താങ്ക് യു സോ മച്ച് ഷക്കീറ. ഇനിയുള്ളതൊക്കെ കുറച്ചുകൂടെ സ്പെഷ്യൽ ആണ്. ഇതുവരെയുള്ള സ്പെഷ്യൽ അല്ല എന്നല്ല, ഏതെടുക്ക് ഭയങ്കര കൺഫ്യൂഷൻ. എനിക്ക് ഇപ്രാവശ്യം ഗിഫ്റ്റ് കിട്ടിയതിൽ കുറച്ച് വിഷമവും ദേഷ്യവും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. എന്തോ എനിക്ക് കാണിക്കുമ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. ഇതിനകത്ത് ഒരു വാച്ചൊക്കെ ഉണ്ട്, ബില്ല്. ഇത് നിങ്ങൾ കണ്ട് പരിചയമുള്ള ഒരു സാധനം തന്നെയാണ്. ഈ ബോക്സ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എന്റെ വ്ളോഗൊക്കെ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം. ഈ ഒരു ബോക്സ് നിങ്ങൾ ലാസ്റ്റ് ടൈമിലുള്ള വാലന്റൈൻസ് ഡേക്ക് എനിക്ക് കിട്ടിയതായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫ്ലവർ ഒക്കെയുള്ള ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഭയങ്കര അടിപൊളി ഒരു ബോക്സ് ആണ്. ഇതിനകത്ത് റിയൽ ഫ്ലേവർ ആണുള്ളത്, വർഷങ്ങളോളേക്ക് ഇരിക്കും, ഫോർ റോസ പോലെ. അപ്പൊ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ ആണ് ഇതിനകത്ത് ഓർണമെന്റ്സ് ഇരിക്കുന്നത്. ഇപ്രാവശ്യം ഒരു ഡയമണ്ടിന്റെ ഇയറിംഗ് ആണ്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ബോക്സ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയി. പിന്നെ ഈ ഇയറിംഗ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എന്റെ കാതിൽ ഇപ്പഴായിട്ട് വാങ്ങിച്ചതാണ്. എന്റെ 2 കമ്മലാണ് നാട്ടിൽ പോയപ്പോൾ മിസ്സായി പോയത്. അപ്പം ഇത് വാങ്ങിച്ചതല്ല, ഇതെനിക്ക് അത് ഞാൻ വേറൊരു വ്ളോഗിൽ പറയാം. അത് ഓൾറെഡി ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാ. ഓക്കെ, ഞാനിപ്പം സ്ഥിരമായിട്ട് ഈ ഒരു ഇയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയതിന്റെ റീസൺ ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് കണ്ടല്ലോ, ഒരാൾ ഗിഫ്റ്റ് തന്നിട്ട് അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോൾ അയാൾക്ക് വിഷമാവും. പിന്നെ പറഞ്ഞതൊരു അഹങ്കാരമായി പോയെന്ന് എനിക്ക് പിന്നെയും തോന്നി. വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കിയ ഒരു സാധനമാണ് ഈ സാധനം. ഇതാണ് എനിക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടിയത്. അതായത് നമ്മളെ ഇക്കൊല്ലത്തെ ഗിഫ്റ്റും
ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഗിഫ്റ്റുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഡിസപ്പോയിന്റഡ് ആയതും ഇതുവരെ ഇതിനകത്തുനിന്ന് ഞാൻ എടുത്തിട്ടില്ല. 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം കിട്ടിയിട്ടുള്ളൊരു ഡയമണ്ട് നെക്ലസ് ആണ്. ഇക്കൊല്ലം ഒരു ഡയമണ്ടിന്റെ ഇയറിംഗ് ആണ്. രണ്ടും ഒരാൾ തന്നെയാണ് തന്നത്. അതിലാണ് എനിക്ക് വിഷമം. അപ്പോൾ എനിക്കറിയാൻ പാടില്ല. ഗിഫ്റ്റ് കിട്ടിയിട്ടൊക്കെ വേണ്ട, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അടി കൂടുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ മാത്രമായിരിക്കും. എനിക്കറിയാൻ പാടില്ല വേറെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. ഈ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ തോന്നത്തില്ല ഗൈസ്. കാരണം ഇതിന്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ ഒരു ഖാലി ബോക്സ് ആയിട്ട് വെക്കാൻ നമുക്ക് തോന്നൂല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം അകത്ത് എടുക്കാത്തത്. പിന്നെ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ അന്നേരം പറഞ്ഞപ്പോൾ തന്നെ ഗിഫ്റ്റ് എന്നാൾ പറഞ്ഞു സാരമില്ല നമുക്ക് തിരിച്ചു കൊടുക്കാന്നൊക്കെ. അപ്പം ഇതിന്ന് നിങ്ങൾ അവസാനമായിട്ട് കാണുകയാണ്, ആദ്യമായിട്ടും അവസാനമായിട്ടും. ഈ മലബാർ ഗോൾഡുകാർക്ക് ഒരു ചേഞ്ച് ഒക്കെ വരുത്തിക്കൂടെ? കാരണം കഴിഞ്ഞ കൊല്ലത്ത് അതേ ബോക്സ്, കഴിഞ്ഞ കൊല്ലത്ത് അതേ കളർ, അതേ ഒന്നും ഒരു മാറ്റമില്ല. നോക്കിക്കേ, സെയിം, നോ ഡിഫറെന്റ്. ഇതിന്റെ കൂടെ കിട്ടിയൊരു വാച്ചാണ്. സംഭവം നമ്മൾ തിരികെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് എന്താന്നുള്ളത് കാണണമല്ലോ. കാൽവിൻ ക്ലെയിൻ്റെ ഒരു വാച്ചാണ്. ഉമ്മ വീണില്ലേ പിടിച്ചിട്ടേ. ഇതാണ് ആ വാച്ച്. ലാസ്റ്റ് ഇയറിലും കിട്ടിയ വാച്ച് എവിടെയാണ് ഇരിക്കണമെന്നൊന്നും ഓർമ്മയില്ല. ഇതുപോലൊരു സാധനം കിട്ടിയിരുന്നു. ഓക്കെ, ഇതിന്റെ കാർഡൊക്കെയാണ്. ദാറ്റ് മീൻസ് ഇത് ഒറിജിനൽ ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഒറിജിനൽ കാൽവിൻ ക്ലെയിൻ്റെ തന്നെയാണ്. മലബാർകാരായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട, ഒറിജിനൽ ആണെന്നുള്ള. ഇതിനോട് കോംപ്ലിമെന്ററി കിട്ടിയ ഗിഫ്റ്റ് അവർക്ക് തിരിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട്. മാറ്റിയെടുക്കുമ്പോഴത്തേക്ക് അവർ ചോദിക്കൂലേ എൻ്റെ കൂടെ ഒരു വാച്ച് ഉണ്ടായിരുന്നല്ലോ അത് എവിടെയെന്ന്. സോ ഇനി നമുക്ക് നമ്മുടെ വാലന്റൈൻസ് ഡേയുടെയും ജോർദാനിലുള്ള ഗിവ് അവേൻ്റെയും വിന്നറിനെ തിരഞ്ഞെടുക്കാം. ജോർദാന്റെ ഗിവ് അവേയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി കമന്റ് പിക്കർ വഴിയായിരിക്കും വിന്നറിനെ കണ്ടെത്തുന്നുണ്ടാവുക. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യേണ്ടാവുക. എടുത്തിട്ടുണ്ട്, ഞാനിവിടെ പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇതാണ് ആ വീഡിയോ. 842 കമന്റ് ആണ് വന്നത്. നമ്പർ ഓഫ് വിന്നർ 1. നമ്മൾ കമന്റ് മാത്രമല്ലല്ലോ കണ്ടുപിടിക്കുന്നത്. ഈ വ്യക്തി നമ്മളുടെ ചാനലിൽ എത്ര വീഡിയോക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ അന്വേഷിക്കണമല്ലോ. വെറും 4 കമന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഷംന മഷൂദ്. സോ നമ്മൾ അടുത്ത വിന്നറിനെ എടുക്കുവാണ്. മിനിമം ഒരു 10 കമന്റ് 10 വീഡിയോയിലെങ്കിലും വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഗിവ് വീഡിയോയിൽ മാത്രമേ 4 കമന്റ് ഉള്ളൂ. സോ അടുത്ത വിന്നർ ഐഷുൽ ഷാ. എനിക്ക് തോന്നുന്നു ഒത്തിരി കമന്റ് ഇടാറുണ്ട്. ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്. മിക്കവാറും നമ്മുടെ വിന്നർ ഇതായിരിക്കും, ജോർദാന്റെ. യെസ്, അതെ. അപ്പം ഐഷു ഇഷയാണ് നമ്മളുടെ ജോർദാന്റെ ഗിവ് അവേയുടെ വിന്നർ കേട്ടോ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടിയുടെ സൈഡിൽ വെക്കാം. അപ്പോൾ ആളാരാന്ന് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. ഏകദേശം 100-ലധികം കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡിഫറെന്റ് വീഡിയോസിലാണ് കമന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഐഷു ഇഷാന്റെ കമന്റ് ഞാൻ കുറെ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. ഞാൻ കാണുന്ന കുറച്ച് കമന്റുകളിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകളിൽ ഒരാളാണ് ഐഷു ഇഷ. നമ്മുടെ ഗിവ് അവേ വിന്നർ ജോർദാൻ്റെത് ഐഷു ഇഷയാണ് കേട്ടോ. ഇനി നമുക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റിന്റെ വിന്നർ ആരാന്ന് നോക്കാം. അതായത് എന്റെ വാലന്റൈൻ, കാരണം ഞാനാണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എന്റെ സൗണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട, ഞാൻ പറയുന്നത് മാത്രം നോക്കിയാൽ കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാനൊന്ന് ലിങ്ക് എടുത്തിട്ട് വരട്ടെ. കോപ്പി ചെയ്തു, വീഡിയോ വന്നു. 1654 കമന്റ്സ് ആണുള്ളത്. ഒരു വിന്നറിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആളുടെ പെർഫോമൻസ് നമ്മുടെ ചാനലിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആകെ 4 കമന്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും വാലന്റൈൻസ് ഡേ ഗിവ് അവേക്ക് മാത്രമാണ്. പിക്സൽ പ്രിൻസസ്. അപ്പൊ നമുക്ക് അടുത്ത വിന്നറിനെ കണ്ടെത്താം. അജ്ന AJ. അജ്ന എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ചാനൽ കുറെ കാലങ്ങളായിട്ടുള്ള ഓൾറെഡി ഒരു ഗിവ് അവേ കിട്ടിയിട്ടേ ഉള്ള ഒരാളാണ്. ഞാൻ ആദ്യപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ ചാനലിൽ ഗിവ് അവേ കിട്ടിയ ആൾക്കാർക്കാണെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അവരുടെ പേര് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരെ വീണ്ടും തിരഞ്ഞെടുക്കും എന്നുള്ളത്. 100+ കമന്റ് ഉണ്ട്. അജിന എന്റെ ഒത്തിരി വീഡിയോസ് ഒക്കെ വന്ന് കമന്റ് ചെയ്യുന്ന ഒരാളാണ്. സോ നമ്മളുടെ വാലന്റൈൻസ് ഡേയുടെ ഗിവ് അവേയുടെ വിന്നർ വന്നിട്ട് അജിന AJ ആണ്. അപ്പൊ 2 ആൾക്കാരും എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്യാം. ഗിഫ്റ്റ് തന്നിട്ടുള്ള ആൾക്കാരുടെ അഡ്രസ്സ് പോലും ഞാൻ ഇതൊരു നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. അത് കുറെ ചാറ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അതങ്ങ് പോയി. ഈ സാധനം ഓൾറെഡി നാട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഈ അഡ്രസ്സ് തരുന്ന അതേ ദിവസം തന്നെ നമ്മളത് അയക്കുന്നതായിരിക്കും. ഓക്കെ, ഹാപ്പി അല്ലേ നിങ്ങൾ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഗിവ് അവേക്ക് മാത്രം നിങ്ങൾ വന്ന് കമന്റ് ഇടരുത്. ബാക്കിയുള്ള വീഡിയോകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും അർഹതപ്പെട്ട ഒരാളുടെ കൈ പോകാനാണ്. ഈ 2 വ്യക്തികളെയും ഞാൻ അർഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് കൊടുക്കുന്നതാണ്. പേഴ്സണലി യാതൊരുവിധ അടുപ്പമോ എനിക്ക് അറിയുന്ന ആൾക്കാരോ അല്ല. ഞാൻ എന്റെ വീഡിയോസിൽ കൂടുതൽ സപ്പോർട്ട് കാണുന്നത് ഇവരുടെയാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ കണ്ടപ്പോൾ തന്നെ ചൂസ് ചെയ്തത്. അധികം സമയം നമ്മൾ ഇനി കളയുന്നില്ല, ബാക്കിയുള്ള കാര്യത്തിൽ പോവാം. പിന്നെ ഈ റമദാന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ വേറൊരു ഗിവ് അവേ നടത്തുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ ഗിവ് അവേ ആണ്. റീസൺ ഒന്നുമില്ല, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ഒക്കെയാണ്, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തോളൂ. സാധനം ഓൾറെഡി നാട്ടിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിന്നറിനെ കണ്ടെത്തേണ്ട താമസം മതി നിങ്ങളുടെ കയ്യിലെത്താൻ. സോ നെക്സ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആണിത്. ഇത് നിങ്ങൾക്ക് അറിയാം, ജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജ്വല്ലറി കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ആ ജ്വല്ലറി ഞാനായിട്ട് ഭയങ്കര ബന്ധമാണ്. കാരണം എനിക്ക് അവരുടെ കളക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ പുറമെ ഞാൻ അവിടെ എപ്പോൾ പോയി കഴിഞ്ഞാലും അവരുടെ ആ ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര
അടിപൊളിയാണ്. മണിക്കൂറോളം നിൽക്കലുണ്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ, ബിക്കോസ് അത്ര കംഫർട്ടുമാണ്. എന്തെങ്കിലുമൊക്കെ എടുക്കാതെ പോകത്തില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം എന്തെന്ന്, അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്ക് അറിയാം എനിക്ക് അവിടുത്തെ കളക്ഷൻസ് ഇഷ്ടമാണെന്നുള്ള. അങ്ങനെയാണ് എനിക്കിതാ അതേ ജ്വല്ലറിയിൽ നിന്ന് തന്നെ ഗിഫ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ഇതൊരു 1 2 3 4 3 ലെയറുള്ള ഒരു നെക്ലേസ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു നെക്ലേസ് ആണ്. ഇതുണ്ടോ? സോ ഇത് ഏകദേശം ഒരു 2 പവൻ്റെ മേലെ ഉണ്ട്. ഇത് എനിക്ക് ഇട്ട് കാണിക്കണമെന്നുണ്ട്, ഞാൻ ഇട്ട് കാണിക്കാവേ. ഈ ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നില്ല ഗോൾഡ് ഡ്രസ്സ് ഉണ്ടാവുമെന്ന്. ഞാൻ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ കണക്കുണ്ടല്ലേ, സ്വർണ്ണമൊക്കെ ഇട്ട് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? രസമുണ്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. വാവ്, താങ്ക് യു സോ മച്ച്. ഇത് കഴുത്തി കിടക്കട്ടെ അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇനി ഇത് ആക്ച്വലി ഒരു പെർഫ്യൂമാണ്. ഞാൻ തന്നെ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. കാരണം ഇത് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ആരും ഒന്നും തന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൊല്ലത്തെ വാലന്റൈൻസ് ഡേ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ഗിഫ്റ്റ് കൊടുത്ത് ആഘോഷിക്കാമെന്ന്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇതിൻ്റെ ഒരു സ്പ്രേ ഞാൻ ജസ്റ്റ് ബോഡിയിൽ അടിച്ചപ്പോഴത്തേക്കും എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഒരു നമ്മുടെ വിപ്പിംഗ് ക്രീം ഇല്ലേ, അതായത് ക്യാരമൽ വിപ്പിംഗ് ക്രീം. ആ ഒരു സ്മെല്ല് നമ്മൾ ഈ സിനിമ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് പോപ്കോണിൻ്റെ ഒക്കെ ഒരു മണം വരത്തില്ല, ക്യാരമൽ പോപ്കോണിൻ്റെ ഒക്കെ ഒരു മണവും പിന്നെ ക്രീമിൻ്റെ അമ്പോ. പക്ഷെ ഞാനത് പഠിക്കില്ല, റമദാനൊക്കെ കഴിയട്ടെ എന്നിട്ട് വേണം ഇത് അടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ നടക്കാൻ. പെർഫ്യൂമൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ചില പെർഫ്യൂം എനിക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് മൈഗ്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴെപ്പോഴും ഞാൻ പെർഫ്യൂം അടിച്ച് നടക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ഇഷ്ടമാണ്, പെർഫ്യൂം ഇഷ്ടമാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ആരെങ്കിലും തന്നതാണെന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരും തരാനില്ല എന്നുള്ളൊരു സന്ദർഭത്തിലോട്ട് എത്തിയ സമയത്ത് ഞാൻ തന്നെ എന്നെ സ്വന്തം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ആദ്യം ഞാൻ നോക്കട്ടെ ഇത് എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന്. വാവ്, നല്ലപ്പോൾ തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് കുടുങ്ങിയില്ല. ഇതൊരു നെക്ലേസ് ആണ്, 2 ലെയർ വരുന്നത്. ഇത് ഞാൻ തന്നെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് വേണ്ടി എടുത്തതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതിരി ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, കഴിക്കാൻ തോന്നിയില്ല. ഇത് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, ഇത് നിങ്ങൾക്ക് കളയന്നെ. ഇതിങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് ഫുള്ള് കുടുങ്ങിയിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് ഒരു ലെയറായിട്ട് ഇവിടെ നിന്നേ വരുന്നതാണ്. ഇത് കണ്ടോ, ഭയങ്കര സ്പാർക്ലിംഗ് ആണ്. സ്റ്റോണൊക്കെ വന്നിട്ട് ഈ ഒരു പിങ്ക് സ്റ്റോൺ ഉണ്ടല്ലോ, പിങ്ക് അല്ല, ചെറുതായിട്ട് പിങ്ക് എന്ന് തോന്നും, പക്ഷെ ഇതൊരു പർപ്പിളാണ്. ഇത് ഞാൻ കഴുത്തിലിട്ട സമയത്തുണ്ടല്ലോ എനിക്ക് അപ്പം തന്നെ എടുത്തുകൊണ്ട് അങ്ങ് ഇട്ടിട്ട് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, 4-ാം തീയതി ആവട്ടെ. അങ്ങനെ ഇന്നലെ 14-ാം തീയതി കഴിഞ്ഞു. ഇത് ശരിയാവുന്നില്ല, എനിക്ക് എന്തായാലും സമയമില്ല. ബിക്കോസ് ഇന്ന് പുറത്ത് പോകണം, സൺഡേ ആണ്, പുറത്ത് പോകണം. 1-2 പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് എനിക്ക് കഴുത്തിലിട്ട് കാണിക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിക്ക് ഇതാ നിങ്ങൾ കണ്ടോ, ഇതാണ് ഐറ്റം. കണ്ടോ, ഇത് 18 ക്യാരറ്റ് ആണ് കേട്ടോ. ഇത്ര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ് ഞാനത് എടുത്തത്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ആരെടുത്തും പറയത്തില്ല 18 ക്യാരറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഡെയിലി വെയറിന് 18 ക്യാരറ്റ് നല്ലതാണ്, പക്ഷേ നമുക്ക് അതിൽ പൈസ ഉള്ള സമയത്ത് 22 വാങ്ങിക്കുന്നത് നല്ലത്. സോ ഇത്രയാണ് എനിക്ക് ഈ വാലന്റൈൻസ് ഡേക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, 1 2 3 4 ഫ്രണ്ട്സ്, 4ഒന്നുമില്ല, 1 2 3 ഫ്രണ്ട്സ് ഒക്കെ ഉള്ളൂ. ആ എല്ലാ ആൾക്കാർ അൽഹംദുലില്ലാഹ് ഞാൻ എന്താ പറയുക, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അവരെനിക്ക് ഇതൊക്കെ തന്നു. എനിക്ക് അധികം അങ്ങനെ ആർക്കൊന്നും കൊടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എൻ്റെ ഒരു അന്നേരത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല വാലന്റൈൻസ് ഡേ. പിന്നെ ലാസ്റ്റ് മന്ത് ഇങ്ങനെ വിചാരിച്ചു, ഓരോരുത്തർ ഇങ്ങനെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ബിക്കോസ് ലാസ്റ്റ് ടൈമിലുള്ള ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ബർത്ത്ഡേ ഒന്നും അല്ലായിരുന്നു ഇപ്രാവശ്യം നടന്നത്, ഉണ്ടായത്. സോ അപ്പോൾ ഞാൻ കരുതി വാലന്റൈൻസ് ഡേയും അങ്ങനെ നമുക്ക് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആരും ഒന്നും തന്നില്ലെങ്കിലും നമുക്ക് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് പല സമയങ്ങളിലും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വാങ്ങിച്ചതാണ് ഈ പെർഫ്യൂമും ഈ ഒരു ചെയിനും. ബട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എന്തായാലും ഇനി വേറെ വീഡിയോസിലൊക്കെ നിങ്ങളെ കാണുമ്പോഴത്തേക്ക് എൻ്റെ കഴുത്തിലുണ്ടാകും, ഞാൻ ഇടും. സോ ആ മലബാർ ഗോൾഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഇയറിങ്സ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ തന്ന ആൾക്ക് ഞാൻ അന്നേരം പ്രതികരിച്ചത് എന്താ പറയുക, വിഷമം ഉണ്ടാക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം തിരിച്ചു കൊടുക്കട്ടെ, കാരണം എനിക്ക് ആ ബോക്സ് ഇന്നും വീട്ടിൽ വെക്കാൻ താല്പര്യമില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഡയമണ്ട് ആണ്. എനിക്ക് ഡയമണ്ട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മളെ ലൈഫിൽ ഇനി ഫ്യൂച്ചറിൽ ഒരു ഉപകാരമില്ലാത്തൊരു സാധനമാണ്. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 80% അത്രയൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ പണയം വെക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. എന്തിനാ അങ്ങനത്തെ ഒരു സാധനം നമുക്ക്? ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ തിളങ്ങുന്ന സാധനം ഇഷ്ടം, വിച്ച് മീൻസ് ഗോൾഡ്. ഈ ഒരു ഭംഗി ഡയമണ്ടിനൊക്കെ കിട്ടുമായിരിക്കും, അല്ലാതെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വേറെ വ്ളോഗിലൂടെ കാണാം, കാരണം ഞാനിപ്പോൾ ഒരു പരിപാടിക്ക് പോവാണ്. അത് നിങ്ങളെയൊക്കെ കാണിക്കാനും ഭാഗത്തിനുണ്ടോ എന്നുള്ളത് ഞാൻ ആദ്യം നോക്കട്ടെ, എന്നിട്ട് ഞാൻ അത് വ്ളോഗാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കിട്ടാതെ പോയ ആൾക്കാരും വിഷമിക്കേണ്ട, ഇന്നും ഗിവേഴ്സ് വരുന്നുണ്ട്, ഒത്തിരി വരുന്നുണ്ട്, ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് വീഡിയോ എടുത്ത് വെച്ച് തന്നെ ഒരു 5 ഗിവേയുടെ വീഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഈ റമദാനൊക്കെ കഴിയുന്നതിന്റെ മുന്നേ ആയിട്ട്, ആ റമദാന്റെ ഉള്ളിൽ ആരും 30 days ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ
തന്നെ ആ 4 ഗിവ് ഞാൻ തന്നു തീർത്തിരിക്കും. അതെന്റെ വാക്കാണ്. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ടാറ്റാ ബൈ ബൈ.